ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്ലാസ് ആണോ? ഫസ്റ്റ് ക്ലാസ് ആണോ? അല്ലല്ലോ. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിന്റെ 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞില്ലേ? 2 ക്ലാസ് അല്ല, ഒരു ക്ലാസ് 2 ക്ലാസ് കഴിഞ്ഞില്ലേ? ഇൻട്രസ്റ്റിന്റെ 2 ക്ലാസ് കഴിഞ്ഞായിരുന്നു. 2 ക്ലാസ്, യെസ്. 2 ക്ലാസ് കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞു, രണ്ടാമത്തെ ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പിന്നെന്ത് പറഞ്ഞു? പിന്നെ 1 2 2 1 1 3 3 1 വെച്ച് ചെയ്യുന്ന പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ. യെസ്, അത് കണ്ടുപിടിച്ചു. അതുപോലെ പാദവാർഷികം അർദ്ധവാർഷികവും ചെയ്തു. ഓക്കെ, യെസ്. ഓക്കെ, അബ്ദു ഫസ്റ്റ് ക്ലാസ് ആണെന്നല്ലേ? യെസ്, ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, വെൽക്കം ടു അവർ ഇന്ത്യൻസ് ഫാമിലി. അപ്പൊ നമ്മള് പാദവാർഷികം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു അല്ലെ? പാദവാർഷികം അർദ്ധവാർഷികം രണ്ടും ചെയ്തായിരുന്നു. പാദവാർഷികവും അർദ്ധവാർഷികവും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. രണ്ടും ചെയ്ത്, പാദവാർഷികവും ചെയ്ത് അർദ്ധവാർഷികവും ചെയ്ത് അല്ലേ? പാദവാർഷികം വന്നു കഴിഞ്ഞാല് പിന്നെ വർഷത്തിനെ 4 കൊണ്ട് ഗുണിക്കണം, ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഹരിക്കണം, അത് പഠിച്ചു. അർദ്ധവാർഷികം വന്നു കഴിഞ്ഞാല് വർഷത്തിനെ 2 കൊണ്ട് ഹരിക്കണം, വർഷത്തിനെ 2 കൊണ്ട് ഗുണിക്കണം, ഇൻട്രസ്റ്റിനെ 2 കൊണ്ട് ഹരിക്കണം. ഇത്രയും കാര്യങ്ങള് പറഞ്ഞായിരുന്നല്ലോ അല്ലെ? പാദവാർഷികം ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. യെസ്, പാദവാർഷികം ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അർദ്ധവാർഷികവും ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അതുപോലെ തന്നെ ഒരു തുക സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 മടങ്ങാകാനും 8 മടങ്ങാകാനും ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ? 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു. യെസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു. അതെല്ലാം ചെയ്തു. പിന്നെ കൂട്ടുപലിശയില് ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര?
60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയുള്ള വ്യത്യാസം അല്ലെ. എത്ര കിട്ടി? 600 രൂപ അല്ലെ. 600 രൂപ. ഉത്തരം ശരിയാണ്. 600 രൂപ ഉത്തരം ശരിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സാധാരണ രീതി ചെയ്യുവാണെങ്കിൽ 60,000 രൂപയ്ക്ക് I സമം PNR/100 ആ ഇക്വേഷൻ വെച്ചിട്ട് 60,000 രൂപയ്ക്ക് 10% നിരക്കില് 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എമൗണ്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. A is equal to P into 1 plus R/100 the whole raised to n. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വീണ്ടും 60,000 രൂപയ്ക്ക് 10% നിരക്കിലുള്ള കൂട്ടുപലിശയുടെ തുക കണ്ടുപിടിക്കണം. എന്നിട്ട് ആ തുകയിൽ നിന്നും 60,000 രൂപ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. എന്നിട്ട് പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതൊരു നോർമൽ മെത്തേഡിൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് അങ്ങനല്ല, നമ്മൾ 1-to-1 മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1-to-1 മെത്തേഡ് വെച്ചിട്ട് ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 1-to-1 എഴുതാം നമുക്ക്. 1-to-1 എഴുതി. 1-to-1 എഴുതിയിട്ട് ഇനി എങ്ങനെയാണ് 60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. അപ്പൊ ആദ്യത്തെ ഒന്നിന്റെ താഴെ മുതൽ എഴുതുക. ആദ്യത്തെ ഒന്നിന്റെ താഴെ മുതൽ എഴുതുക. മുതൽ എത്രയാണ്? 60,000. ആദ്യത്തെ ഒന്നിന്റെ താഴെ മുതൽ എഴുതി 60,000. ഇനി അടുത്ത സ്റ്റെപ്പില് 10% പലിശ നിരക്കാണ്. 60,000ത്തിന്റെ 10% കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് എഴുതുക. ഈ രണ്ടിന്റെ താഴെ എഴുതുക. 60,000ത്തിന്റെ 10% കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെ താഴെ എഴുതുക. എത്ര കിട്ടും? 60,000ത്തിന്റെ 10%? 6,000 അല്ലെ? യെസ്. 60,000ത്തിന്റെ 10% എത്ര കിട്ടും? 6,000 കിട്ടും. 60,000ത്തിന്റെ 10% 6,000 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ 6,000ത്തിന്റെ 10% കണ്ടുപിടിച്ച് ഇങ്ങോട്ടത്തേക്ക് എഴുതുക. 6,000ത്തിന്റെ 10%. 6,000ത്തിന്റെ 10% കണ്ടുപിടിച്ച് ഇങ്ങോട്ടത്തേക്ക് എഴുതുക. എത്ര കിട്ടും? 6,000ത്തിന്റെ 10%? യെസ്. 6,000ത്തിന്റെ 10% എത്ര കിട്ടും? 600 കിട്ടും. 600. യെസ്. ഇനി പറയാം. നമുക്ക് ആദ്യം വരുന്നത് മുതല്, രണ്ടാമത് വരുന്നത് സാധാരണ പലിശ. രണ്ടാമത് വരുന്നത് സാധാരണ പലിശ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ എടുത്താൽ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് കിട്ടും? കൂട്ടുപലിശ കിട്ടും. കൂട്ടുപലിശ. രണ്ടാമത്തെയും ഈ മൂന്നാമത്തെയും ഈ രണ്ടും ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ, ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൂട്ടുപലിശ കിട്ടും. ഇനി അവസാനത്തത് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വ്യത്യാസം കിട്ടും. വ്യത്യാസം. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. അത് ഇവിടെ വിട്. നീ അതിനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാൻ. നീ നേരെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വ്യത്യാസം നമുക്ക് കിട്ടും. വ്യത്യാസം കിട്ടും. അപ്പൊ വ്യത്യാസം കിട്ടി. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 600. അപ്പൊ വ്യത്യാസം നമുക്ക് കിട്ടി. അവസാനം വരുന്നതാണ് വ്യത്യാസം. വ്യത്യാസം നമുക്ക് കിട്ടി. എത്രയാണ്? 600 രൂപ. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്തേ? ആദ്യത്തെ ഒന്നിന്റെ താഴെ മുതൽ എഴുതുക. എന്നിട്ട് എത്ര ശതമാനം പലിശയാണോ? 10% ആണെങ്കിൽ 60,000ത്തിന്റെ 10% കണ്ടുപിടിച്ച് ഈ ഇങ്ങോട്ടത്തേക്ക് എഴുതുക. രണ്ടാമത് എഴുതുക. എന്നിട്ട് വീണ്ടും ആ കിട്ടുന്ന 6,000ത്തിന്റെ 10% കണ്ടുപിടിച്ച് ഇങ്ങോട്ടത്തേക്ക് എഴുതുക. ആദ്യം വരുന്നത് മുതല്, രണ്ടാമത് വരുന്നത് സാധാരണ പലിശ. എല്ലായിടും നമ്മൾ 1-to-1 ആയിക്കോട്ടെ, 1-3-3-1 ആയിക്കോട്ടെ, അടുത്തത് 1-4-6-4-1 ആയിക്കോട്ടെ, ഈ പറഞ്ഞ കേസിലെല്ലാം ആദ്യം വരുന്നത് മുതലും രണ്ടാമത് വരുന്നത് മാത്രം എടുത്താൽ സാധാരണ പലിശയും കിട്ടും. പിന്നെ രണ്ടാമത്തെ തൊട്ട് അങ്ങോട്ട് വരുന്ന എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൂട്ടുപലിശ കിട്ടും. ഇപ്പൊ ഇവിടെ 2-1, ഇത് രണ്ടും കൂടെ എടുത്തപ്പോഴത്തേക്ക് കൂട്ടുപലിശ കിട്ടി. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ അവസാനത്തത് മാത്രം എടുത്തു കഴിഞ്ഞാൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസവും കിട്ടും. മനസ്സിലായോ? ഇത് 1-to-1ന്റെ കാര്യത്തിലാണ്. 1-3-3-1 വരുമ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം വരും. അത് പറയാം. അപ്പൊ ഇത് ഓക്കെ ആണോ? ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 40,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 40,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 40,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 3
മൂന്ന് വർഷത്തെ 40,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 40,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? പതിനായിരം രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്ക് CI മൈനസ് SI കണ്ടുപിടിക്കണം. CI മൈനസ് SI കണ്ടുപിടിക്കണം. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. 40,000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. 40,000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. കിട്ടിയോ? എത്ര കിട്ടി? 305 അല്ലേ? 305 അല്ലേ? അല്ലേ? ഉത്തരം ശരിയാണ്, 305. ഓക്കെ. അപ്പൊ 3 വർഷത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷമാണെങ്കിൽ 1 to 1 ആണ്. 3 വർഷമാണെങ്കിൽ നമ്മുടെ നമ്പർ ഏതാണ്? 3 വർഷമാണെങ്കിൽ നമ്മുടെ നമ്പർ 1 to 1 എങ്ങനെയാണ് അടുത്തത് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 1 to 1 എഴുതുക. ഇത് 2 വർഷത്തേക്കാണ്. ഇത് 2 വർഷത്തേക്കാണ് ഈ 1 to 1. അടുത്ത 3 വർഷത്തേക്കുള്ളത് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഈ 1 എടുത്ത് അതുപോലെ തന്നെ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 1ഉം 2ഉം കൂടെ കൂട്ടി 3 എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 2ഉം 1ഉം കൂടെ കൂട്ടിയിട്ട് വീണ്ടും 3 എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഈ അവസാനത്തെ 1 എടുത്ത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. അതായത് ആദ്യത്തെയും അവസാനത്തെയും അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇടയിലുള്ളതെല്ലാം കൂട്ടുക. ഓക്കെ. 3 വർഷത്തേക്ക് 1 3 3 1. അടുത്ത 4 വർഷമാണെങ്കിലോ എങ്ങനെ ചെയ്യുന്നേ? ആദ്യത്തെ 1 അതുപോലെ തന്നെ എഴുതി. ഈ അവസാനത്തെ 1ഉം ആദ്യത്തെ 1ഉം അവസാനത്തെ 1ഉം അതുപോലെ തന്നെ എഴുതി. ഇനി എന്താ ചെയ്യുന്നേ? ഇടയിലുള്ള എല്ലാം കൂട്ടുക. 1ഉം 3ഉം 4, 3 3 6, 3 1 4, 1 4 6 4 1. അപ്പൊ ഇങ്ങനെയാണ് 2 വർഷത്തെ 3 വർഷത്തെ 4 വർഷത്തെ പലിശ കണ്ടുപിടിക്കുന്ന നമ്മുടെ ഷോർട്ട് കട്ട് ബാക്കി ചെയ്യാം. അങ്ങനെയാണ് 3 വർഷത്തേക്ക് അല്ലേ? 3 വർഷമാകുമ്പോൾ നമ്മുടെ നമ്പർ 1331. ഓക്കെ, 1331. ഇനി എന്താ ചെയ്യുന്നത്? ആദ്യത്തെ 1ന്റെ താഴെ മുതൽ എഴുതുക. എത്രയാണ് മുതല്? 40,000. അപ്പൊ ആദ്യത്തെ 1ന്റെ താഴെ 40,000 എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 40,000ത്തിന്റെ 5% കണ്ടുപിടിച്ച് ഈ 3ന്റെ താഴെ എഴുതുക. 40,000ത്തിന്റെ 5%. 40,000 ഗുണം 5/100. 40,000ത്തിന്റെ 5% കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 40,000 ഗുണം 5/100. 40,000 ഗുണം 5/100. അത്ര കിട്ടി. 40,000ത്തിന്റെ 5% എത്ര കിട്ടും? 40,000ത്തിന്റെ 5% എത്ര കിട്ടും? 40,000ത്തിന്റെ 5%.
40,000-ന്റെ 5% എത്ര കിട്ടും? യെസ്, 2000 അല്ലേ? 40,000-ന്റെ 5% എത്ര കിട്ടും? 2000. 40,000-ന്റെ 5% എത്ര കിട്ടും? 2000. 40,000-ന്റെ 5% എത്ര കിട്ടും? 2000 കിട്ടും. 2000. അറിയാലോ, ഈ 2 0 വെട്ടിക്കളയാം. 400 ഗുണം 5 2000 കിട്ടും. അപ്പൊ 40,000-ന്റെ 5% എത്ര കിട്ടി? 2000. ഇനി 2000-ന്റെ 5% എത്ര കിട്ടും? 2000-ന്റെ 5%. 2000-ന്റെ 5%. യെസ്, 2000-ന്റെ 5% എത്ര കിട്ടും? 100 കിട്ടും അല്ലെ? 2000-ന്റെ 5% 100 കിട്ടി. യെസ്, 100 കിട്ടും. 100 എഴുതി. ഇനി 100-ന്റെ 5% എത്ര കിട്ടും? 100-ന്റെ 5%. 100-ന്റെ 5% എത്ര കിട്ടും? യെസ്, 100-ന്റെ 5% എന്ന് പറയുന്നത് 5 തന്നെയാണ്. 100-ന്റെ 5% എന്ന് പറയുന്നത് 5 തന്നെയാണ്. കഴിഞ്ഞല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതങ്ങ് മായ്ക്കാം. ഇതങ്ങ് കളയാം. ഇനി ഇതില് മുതൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇടയിലെല്ലാം ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കണേ. ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കണം. ഇൻറ്റു മാർക്ക് കൊടുത്തിട്ട് മുതൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 40,000 മുതൽ 40,000 സാധാരണ പലിശ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു സാധാരണ പലിശ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാമത് വരുന്നതാണ്. അതായത് 3 ഗുണം 2000. 3 ഗുണം 2000 ആണ് സാധാരണ പലിശ. അതെത്ര കിട്ടും? 3 ഗുണം 2000 6000 കിട്ടും. 6000. അപ്പൊ സാധാരണ പലിശ എന്ന് പറയുന്നത് 6000 ആണ്. ഇനി കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കണം? കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എടുക്കണം. ഇതെല്ലാം എടുത്തേക്കണം. ഇത് തൊട്ട് അങ്ങോട്ടിനി എന്തൊക്കെ വരുന്നുണ്ടോ, ഈ മൂന്ന് തൊട്ട് അങ്ങോട്ടിനി എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം എടുക്കണം. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ അതെല്ലാം എടുക്കണം. അപ്പൊ എന്തൊക്കെ വരും? 3 ഗുണം 2000 വരും. 3 ഗുണം 2000 വരും. പ്ലസ് 3 ഗുണം 100 വരും. 3 ഗുണം 100 വരും. പ്ലസ് 1 ഗുണം 5 5 തന്നെ. അപ്പൊ എത്ര കിട്ടും? 3 ഗുണം 2000 6000. 6300 6305. 6305. അപ്പൊ സാധാരണ പലിശ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 6000 വരും. കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ 6305 വരും. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. 6000 6305 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 305 ആണ്. തമ്മിലുള്ള വ്യത്യാസം 305 ആണ്. നമുക്ക് അല്ലാതെ വ്യത്യാസം കണ്ടുപിടിക്കാം. അല്ലാതെ എങ്ങനെയാ വ്യത്യാസം കണ്ടുപിടിക്കുന്നത്? ഇത് സാധാരണ പലിശ. ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കൂട്ടുപലിശ. ഈ അവസാനത്തെ രണ്ടെണ്ണം മാത്രം എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം കിട്ടും. അപ്പൊ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം CI മൈനസ് SI നമുക്ക് എത്ര കിട്ടും? 3 ഗുണം 100 പ്ലസ് 1 ഗുണം 5 5 തന്നെ. അതായത് 300 പ്ലസ് 5 305. അപ്പൊ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 305 കിട്ടും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അബ്ദുവിന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെയാണ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു ചോദിച്ചാലും ചെയ്യാലോ അല്ലെ? ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു തുകയ്ക്ക് 10% നിരക്കിൽ, ഒന്നുകൂടി പറയാം. യെസ് പ്രിൻസി, ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല പ്രിൻസി, നമ്മള് 1331 ആണ് നമ്മുടെ നമ്പർ. 3 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 1331 ആണ്. അതില് ആദ്യത്തെ ഒന്നിന്റെ താഴെ 40,000 എഴുതുക. നമ്മുടെ മുതൽ എഴുതുക. ആദ്യത്തെ ഒന്നിന്റെ താഴെ നമ്മുടെ മുതൽ എഴുതുക. എന്നിട്ട് 5%. 40,000-ന്റെ 5% കണ്ടുപിടിച്ച് രണ്ടാമത് എഴുതുക.
ഓക്കെ, 40,000ത്തിന്റെ 5% 2000 കിട്ടും. അത് രണ്ടാമത് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2000ത്തിന്റെ 5% കണ്ടുപിടിച്ച് അടുത്ത കോളത്തിൽ എഴുതുക. 2000ത്തിന്റെ 5% 100 കിട്ടും. അത് അടുത്ത കോളത്തിൽ എഴുതി. ഇനി വീണ്ടും അത് തന്നെ 100ന്റെ 5% കണ്ടുപിടിച്ചിട്ട് അടുത്ത കോളത്തിൽ എഴുതി. അപ്പൊ എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി. മനസ്സിലായോ? ഇനി ആദ്യം വരുന്നത് മുതല്, രണ്ടാമത് വരുന്നത് സാധാരണ പലിശ, രണ്ടാമത് തൊട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ കൂട്ടുപലിശ കിട്ടും. അവസാനത്തെ രണ്ടെണ്ണം മാത്രം എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം കിട്ടും. അങ്ങനെയാണ് നമുക്ക് 3 ഗുണം 100 300 പ്ലസ് 5 305 കിട്ടിയത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു തുകയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 930 രൂപ ആയാൽ 930 രൂപ ആയാൽ തുക എത്ര? ഒരു തുകയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 930 രൂപയായാൽ തുക എത്ര? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? എത്ര കിട്ടി? 30,000 കിട്ടി അല്ലെ? എത്ര പേർക്ക് കിട്ടി? 1 2 3 4 5 പേർക്ക് കിട്ടി അല്ലെ? 30,000. 5 പേർക്ക് 30,000 കിട്ടി. ഒരു തുകയ്ക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം 930. 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം 930. 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം 930 അല്ലെ? %% നിരക്കിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം 930 രൂപ വ്യത്യാസം. 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം 930. അങ്ങനെയാണെങ്കിൽ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ആർക്കും കിട്ടിയില്ലേ? 1 2 3 4 5 ഈ 6 പേർക്കാണോ കിട്ടിയത്? ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മുടെ നമ്പർ എത്രയാണ്? 3 വർഷം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നമ്പർ എത്രയാണ്? 3 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് 3 വർഷത്തേക്ക് നമ്മുടെ നമ്പർ എത്രയാണ്? യെസ്,
ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ലേ? യെസ്, 1331. 3 വർഷത്തേക്ക് നമ്മുടെ നമ്പർ എത്രയാണ്? 1331 അല്ലെ? 1331. 3 വർഷത്തേക്ക് നമ്മുടെ നമ്പർ 1331 ആണ്. അപ്പൊ 3 വർഷത്തേക്ക് നമ്മുടെ നമ്പർ 1331 ആണ്. 1331 നമ്മൾ എഴുതി. ഇനി ആദ്യത്തെ ഒന്നിന്റെ താഴെ എന്ത് വരുമെന്ന് അറിയത്തില്ല, ഇവിടെ എന്ത് വരുമെന്ന് അറിയത്തില്ല, ഇവിടെ എന്ത് വരുമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. 930 രൂപ വ്യത്യാസം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 930 രൂപ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടൊക്കെ വരുന്നതാ? ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നില്ല അല്ലെ? ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് എത്ര? 930 അല്ലെ? ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് എത്ര? 930 അല്ലെ? അതോ ഇവിടെ മാത്രം വരുന്നതാണോ? ഇവിടെ മാത്രം വരുന്നതാണോ? അതോ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണോ 930? ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഊഹമൊക്കെ വെച്ച് പോവാം. അതിന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് പി എന്ന് പറഞ്ഞെടുക്കാം. ഇത് പി ആയിട്ട് എടുക്കാം. ഇത് പി ആയിട്ട് എടുത്തു. ഇവിടെ എത്ര വരും? ഇനി പിയുടെ 10% അല്ലേ? പിയുടെ 10%, പി ഗുണം 10/100 അത്ര വരും. ഇവിടെ വരുമല്ലോ അതല്ലേ? ഇവിടെ വരും. അപ്പൊ അതായത് പിയുടെ 10% എടുക്കുക. 10% എടുത്തിട്ട് ഇവിടെ വരുന്നത് പി ഗുണം 10/100 ആണ് ഇവിടെ വരുന്നത്. പി ഗുണം 10/100 ഇവിടെ വരും. ഓക്കെ. അടുത്ത് ഇവിടെ വരുന്നത് എന്തുവാ? പി ഗുണം 10/100 ഇത് അതിന്റെ 10%. അപ്പൊ വീണ്ടും ഒരു 10/100 അല്ലെ? അത് ഇവിടെ വരും അല്ലെ? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എന്ത് വരും? പി ഗുണം 10/100 ഇൻറ്റു 10/100 ഇൻറ്റു 10/100 എത്ര വട്ടം വരും? 10/100 3 തവണ വരും അല്ലെ? 3 തവണ വരും. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി ഈ 10/100നെ നമുക്ക് ചെറുതാക്കിയിട്ട് ഈ 0 വെട്ടിക്കളഞ്ഞിട്ട് ബൈ 10 എന്ന് എഴുതാം അല്ലെ? ബൈ 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ p/10 എന്ന് എഴുതാം. ഇവിടെ p/10 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഈ 0 വെട്ടിക്കളയാം, ഈ 0 വെട്ടിക്കളയാം. അപ്പൊ എത്ര കിട്ടും? p/100 കിട്ടും. p/100 കിട്ടും. ഇവിടെ നമുക്ക് p/100 കിട്ടും. p/100 കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ 0 വെട്ടിക്കളഞ്ഞാല് 1/10 കിട്ടും. p/1000 കിട്ടും. p/1000 എന്ന് കിട്ടും. p/1000 കിട്ടും. p/1000 അല്ലെ? p/1000. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 930 അല്ലെ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 930 കിട്ടുന്നത്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഈ ഒരു സ്റ്റെപ്പ് വരെ ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഈ ഒരു സ്റ്റെപ്പ് വരെ ആർക്കെങ്കിലും ഒന്നുകൂടി പറയണം? ഈ ഒരു സ്റ്റെപ്പ് വരെ, ഇതുവരെ, കാരണം ഇതിന്റെ രീതി ബാക്കിയായിട്ടാണ് ഇനി പറയാനുള്ളത്. അപ്പൊ ഇതുവരെ ആർക്കെങ്കിലും ഒന്നുകൂടി പറയണം. ഈ ഒരു സ്റ്റെപ്പ് വരെ p/10 വന്നതോ, p/100 വന്നതോ, p/1000 വന്നതോ ഒക്കെ ആർക്കെങ്കിലും പറയണോ? മനസ്സിലായി? യെസ്, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അത്ര കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 930 കിട്ടുന്നത്. ഒരു കാര്യം ചെയ്യാം നമുക്ക്. വ്യത്യാസം CI - SI, ആ വ്യത്യാസം എന്ന് പറയുന്നത് 3 ഗുണം p/100 അല്ലെ? അപ്പൊ 3 p/100 പ്ലസ് ഇവിടെ ഒന്നുമില്ല, p/1000 തന്നെ. p/1000 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 930 കിട്ടും. ഒരു സ്റ്റെപ്പിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കാം. മുകളിലും താഴെ 10 കൊണ്ട് ഗുണിക്കാം. ഇവിടെ ഒരു 10 കൊടുക്കാം. സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പിൽ ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആകുന്നുണ്ടോ?
ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ഉണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആയില്ലേ? യെസ്, ഇപ്പൊ ഓക്കെ ആയി. യെസ്, ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ ഇവിടെ 3 പിയും ഇവിടെ ഒരു പിയും ആയിരുന്നു. അപ്പൊ നമ്മള് 1000 ആക്കാൻ വേണ്ടി ഇവിടെ ഓൾറെഡി ഒരു 1000 ഉണ്ട്. ഇവിടെയും കൂടെ ഒരു 1000 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു 10 കൊണ്ട് ഗുണിച്ചു, താഴെ ഒരു 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 3 പി ഗുണം 10 30 പി ആയി. പ്ലസ് ഇവിടെ ഒരു പി ഉണ്ട്, താഴെ 1000 വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പില് 30 പിയും പിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 31 പി. 31 പി ഈക്വൽ ടു 930 അവിടെ തന്നെ ഉണ്ട്, 930 അങ്ങനെ തന്നെ ഉണ്ട്. ഈ 1000 അവിടെ കൊണ്ട് ഗുണിച്ചാൽ ഇൻറ്റു 1000 എന്നാവും അല്ലെ? 930 ഇൻറ്റു യെസ്. ഒന്നുകൂടെ കാണിക്കാം. ഇപ്പൊ ചെയ്തത് ഒന്നുകൂടെ പറയാം. ഈ ഒരു സ്റ്റെപ്പ് തൊട്ട് ഒന്നുകൂടി പറയാം. ഒന്നുകൂടി എഴുതാം. അതായത് നമുക്ക് സി ഐ മൈനസ് എസ് ഐ എന്ന് പറയുന്നത് ഈ വ്യത്യാസം എന്ന് പറയുന്നത് 3 ഗുണം പി ബൈ 100 പ്ലസ് പി ബൈ 1000. ഇതായിരുന്നു നമ്മുടെ വ്യത്യാസം. ഈ വ്യത്യാസമാണ് 930 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ 1000 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. അപ്പൊ രണ്ടിടത്തും 1000 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുന്നു, താഴെ ഒരു 10 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ 1000 ആവും. മുകളിലും 10 കൊണ്ട് ഗുണിക്കുന്നു, മുകളിൽ 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇത് 30 ആവും. 30 പി എന്നാവും. ഓക്കെ, താഴെ മുകളിലും ഒരു 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ താഴെ 1000 ആയി. മുകളില് 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 30 എന്നായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 30 പിയും കൂടെ കൂട്ടിയാൽ ഛേദം രണ്ടും ഒരുപോലെയാണ്, അപ്പൊ ഛേദം അതുപോലെ തന്നെ എഴുതാം. 30 പിയും കൂടെ കൂട്ടിയാൽ 31 പി എന്ന് വരും. 31 പി. താഴെയുള്ള ഈ 1000 രണ്ടിടത്തും 1000 ആണ്, അപ്പൊ നമുക്ക് അതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 31 പി സിക്കൽ 930 ഗുണം 1000 എന്ന് കിട്ടും. 31 പി സിക്കൽ 930 ഗുണം 1000. അടുത്ത സ്റ്റെപ്പിൽ പി സിക്കൽ 930 ഗുണം 1000 ഡിവൈഡഡ് ബൈ 31 എന്ന് വരും. 31 930 വെട്ടാൻ പറ്റും. 93-നകത്ത് 3 തവണയാണ് 30 കിട്ടും. ഓക്കെ, അപ്പൊ 30 ഗുണം 1000 എന്ന് വരും. 30 ഗുണം 1000 എത്രയാണ്? 30,000. അപ്പൊ നമുക്ക് പി കിട്ടി. എത്ര കിട്ടി? 30,000 കിട്ടി. പി കിട്ടി 30,000. മനസ്സിലായോ? ഒന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ് അല്ലെ ഒരു 30 സെക്കൻഡ് ഒന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും കൂടി പറയണമെങ്കിൽ പറയണം. ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കെ ആണോ? നോക്കിക്കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ തുക എത്ര? ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള
കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ തുക എത്ര? തുക ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ തുക എത്ര? കൂട്ടുപലിശ ക്രമത്തിൽ 3 വർഷത്തേക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്ക് വ്യത്യാസം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ തുക എത്ര? ഒരു തുകയ്ക്ക് കൂട്ടുപലിശ ക്രമത്തിൽ 3 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ തുക എത്ര? 80,000 അല്ലേ? യെസ്, 80,000. 80,000. യെസ്, 80,000. 80,000 ഉത്തരം ശരിയാണ്. 80,000 ഉത്തരം ശരിയാണ്. 80,000 ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. 80,000 ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എത്ര പറഞ്ഞിരിക്കുന്നത്? 5% നിരക്കിൽ 3 വർഷം വ്യത്യാസം 610. അപ്പൊ 3 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്പർ എടുക്കാം. 1331 അല്ലേ? 1331 നമ്മുടെ നമ്പർ 1331. അപ്പൊ നമുക്ക് മുതൽ എത്രയാണെന്ന് അറിയത്തില്ല. മുതൽ അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ഉണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആകുന്നുണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആകുന്നുണ്ടോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ നമ്പർ 1331 എന്ന് എടുക്കുക. 1331 എന്ന് എടുക്കുക. 3 വർഷം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നമ്പർ 1331 ആണ്. ആദ്യത്തെ ഒന്നിന്റെ താഴെ മുതൽ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് പി ആയിട്ട് എടുക്കാം. മുതൽ പി ആയിട്ട് എടുക്കാം. അടുത്ത 5% അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? പി ഇൻറ്റു 5/100 വരും. പി ഇൻറ്റു 5/100 വരും. അടുത്ത സ്റ്റെപ്പിൽ പി ഇൻറ്റു 5/100 വരും. അത് ഒരെണ്ണം കൂടെ വരും. അപ്പൊ അതിന്റെ സ്ക്വയർ വരും. പി ഇൻറ്റു 5/100ന്റെ സ്ക്വയർ വരും. അടുത്ത സ്റ്റെപ്പിൽ പി ഇൻറ്റു 5/100ന്റെ ക്യൂബ് വരും. ഓക്കെ, ഇവിടെ ഒരു പി ഇൻറ്റു 5/100 വരും. ഇവിടെ 2 വരും. ഇവിടെ 3 വരും. ഓക്കെ, ഇനി 5/100നെ നമുക്ക് ചെറുതാക്കി എങ്ങനെ എഴുതാം? 5/100നെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 5/100നെ 5/100നെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? യെസ്, 1/20 എന്ന് എഴുതാം അല്ലെ? 5/100 നമുക്ക് ചുരുക്കി 1/20 എന്ന് എഴുതാം. 5/100നെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 1/20 എന്ന് എഴുതാം. ഇതിന് പകരം നമുക്ക് 1/20 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ p/20 എന്ന് കിട്ടും. p/20 എന്ന് കിട്ടും. ഇവിടെ നമുക്കൊരു 1/20 വരും. 1/20യുടെ സ്ക്വയർ, p ഇൻറ്റു 1/20യുടെ സ്ക്വയർ, p ഇൻറ്റു 1/20യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? p ഇൻറ്റു 1/20യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് p/400 വരും. p/400 വരും. p ഇൻറ്റു 1/20, 1/20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 വരും. 1/400 വരും. ഇവിടെ 1/20യുടെ ക്യൂബ് അല്ലെ? 1/20യുടെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് p/1ന്റെ ക്യൂബ് 1 തന്നെ. താഴെ 20 ആണ്. 20ന്റെ ക്യൂബ് എത്ര വരും?
20 400, 400 ഒരു 8000 വരും അല്ലെ? 8000 വരും. അപ്പൊ ഇവിടെ P/ 8000 എന്ന് വരും. ഇനി നമുക്കറിയാം ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് വ്യത്യാസം കിട്ടുന്നത്. അപ്പൊ വ്യത്യാസം നമുക്കറിയാം ഏതൊക്കെ തമ്മിൽ വരുന്നയാ? 3 ഗുണം 3P/400. 3P/400 3 ഗുണം P 3P/400 പ്ലസ് അടുത്ത എന്ത് വരും? 1 ഗുണം P P/8000. ഇത് രണ്ടും കൂടെ വരുന്നതാണ് വ്യത്യാസം. അടുത്ത സ്റ്റെപ്പിൽ ഒരിടത്ത് 8000 ഉണ്ട്, ഇവിടെയും 8000 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കൊണ്ട് ഗുണിക്കാം? ഇങ്ങോട്ടും കൂടെ 8000 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20 കൊണ്ട് ഗുണിക്കാം അല്ലെ? 20 കൊണ്ട് ഗുണിക്കാം. ഇവിടെ ഓൾറെഡി 8000 ഉണ്ട്, ഇവിടെയും 8000 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 20 കൊണ്ട് ഗുണിച്ചു. കാരണം 400 × 20 8000 കിട്ടും. ഇവിടെ മുകളിൽ എത്ര കൊണ്ട് ഗുണിക്കാം? 20 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇസിക്കൽ ടു 3P × 20 എത്ര കിട്ടും? 3P × 20 60P എന്ന് കിട്ടും അല്ലെ? 60P പ്ലസ് ഇവിടെ ഒരു P ഉണ്ട്, ഓൾറെഡി ഒരു P ഉണ്ട്. താഴെ എത്ര വരും? താഴെ രണ്ടിടത്തും 8000 കിട്ടും. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ വ്യത്യാസം എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 610 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 610. അടുത്ത സ്റ്റെപ്പിൽ 60Pയും ഒരു Pയും 60P ഒരു P എത്ര കിട്ടും? 61P. 61P ഇസിക്കൽ ടു 610. ഈ 8000 അപ്പുറം കൊണ്ട് ഗുണിച്ചാൽ ഇൻറ്റു 8000 വരും. ഇവിടെ ഹരിച്ചിരിക്കുന്ന 8000 അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുക. അടുത്ത സ്റ്റെപ്പിൽ P ഇസിക്കൽ ടു 610 ഗുണം 8000 ഡിവൈഡഡ് ബൈ 61. 610 ഗുണം 8000 ഡിവൈഡഡ് ബൈ 61 എന്ന് വരും. നമുക്ക് ഈ 61 വെട്ടിക്കളയാം. ഇവിടെ ഒരു 10 വരും. 10 ഗുണം 8000 80,000. നമുക്ക് കിട്ടി 80,000. നമുക്ക് P കിട്ടി. എത്ര കിട്ടി? 80,000. ഈ നമുക്ക് കിട്ടി എത്ര കിട്ടി? 80,000. മനസ്സിലായോ? ഈ നമുക്ക് കിട്ടി 80,000. P നമുക്ക് കിട്ടി 80,000. മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, മനസ്സിലായോ ഇല്ലയോ? ഒന്ന് നോക്കിയിട്ട് പറയുക, ഓക്കെ ആണോ ഇല്ലയോ? ഓക്കെ, നോക്കി കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, യെസ്. ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 5000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള 5000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള 5000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 5000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 72 രൂപയായാൽ 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? രൂപയായാൽ പലിശ നിരക്ക് എത്ര? അയ്യായിരം രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര?
5000 രൂപ 2 വർഷം CI മൈനസ് SI കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? പലിശ നിരക്ക് എത്ര? 5000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? 5000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 72 രൂപയായാൽ പലിശ നിരക്ക് എത്ര? പലിശ നിരക്ക് എത്ര? 12% അല്ലെ? യെസ്, 12%. ശരിയാണ്, 12%. ശരിയാണ്, 12%. യെസ്. യെസ്. യെസ്, 12%. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 2 വർഷം ആയതുകൊണ്ട് നമ്മുടെ നമ്പർ എത്രയാണ്? 2 വർഷം ആയതുകൊണ്ട് നമ്മുടെ നമ്പർ 121 ആണ് അല്ലെ? 2 വർഷമായതുകൊണ്ട് നമ്മുടെ നമ്പർ 121 ആണ്. അടുത്ത സ്റ്റെപ്പിൽ 5000 രൂപ നമ്മൾ 5000 എഴുതി. എത്ര ശതമാനമാണ് പലിശ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പലിശ നമുക്ക് 6 എടുക്കാം. ഇവിടെ എന്ത് വരും? ഇവിടെ 5000 ഗുണം R/100 എന്ന് വരും അല്ലെ? 5000 ഗുണം R/100 എന്ന് വരും അല്ലെ? ഇവിടെ 5000 ഗുണം R/100 എന്ന് വരും. ഇവിടെ 5000 ഗുണം R/100ന്റെ എന്ത് വരും? സ്ക്വയർ വരും അല്ലെ? അതായത് R/100 2 തവണ വരും ഓൾറെഡി. അപ്പൊ ഇവിടെ 5000 വരും. 5000ത്തിന് R/100 എടുത്തിട്ട് ഇവിടെ എഴുതുക. അതാ നമ്മൾ എഴുതി. 5000 ഗുണം R/100 ഇങ്ങോട്ട് എഴുതി. ഇനി അടുത്ത ഇവിടെ വരുന്നതിന്റെ കൂടെ വീണ്ടും ഒരു R/100 ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തത് കിട്ടും. നമ്മൾ അങ്ങനെയൊക്കെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 2 വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ 50R എന്ന് വരും. ഇവിടെ വേണമെങ്കിൽ ഈ 2 വെട്ടിക്കളയാം. ഇവിടെ ഒരു 0 വെട്ടിക്കളയാം. ഓക്കെ, അപ്പൊ എത്ര വരും നമുക്ക്? വേണമെങ്കിൽ പിന്നെ 5ഉം 10ഉം കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടാം. അപ്പൊ 2 വരും അല്ലെ? 2 വരും. ഇവിടെ നമുക്ക് 5R എന്ന് വരും അല്ലെ? ഇവിടെ നമുക്ക് 5R എന്ന് വന്നു. അപ്പുറത്ത് R² വന്നു അല്ലെ? R² വന്നു. 5R വന്നു, R² വന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു 5R എന്നും വന്നു. പ്ലസ് ഇവിടെ ആണെങ്കിൽ ഒരു R²/2 എന്നും വന്നു. R²/2 എന്നും വന്നു അല്ലെ? ഇസിക്കൽ ടു നമുക്കറിയാം വ്യത്യാസം എത്രയാണ്? ഇസിക്കൽ ടു 72 ആണ്. സാർ ആദ്യത്തെ 50R അല്ലേ? ഏതാ ആദ്യത്തത്? സോറി, 50R അല്ലേ? ആദ്യത്തെ 50R ആണ്. കാര്യം ചെയ്യാം, ഇത്രയും ചെയ്യണ്ട, ഇത്രയും കിടന്ന് പാട് വേണ്ട. നമുക്ക് 1 to 1 ഇല്ലാതെ തന്നെ 1 to 1 വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. ആ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, 1 to 1 വെച്ചിട്ട് തന്നെ ചെയ്യാം. 1 to 1 വെച്ചിട്ട് തന്നെ ചെയ്യാം. 5000 എഴുതാം. 5000 എഴുതി. ഇവിടെ 5000 ഗുണം R/100 വരും. സോറി, ഇത് രണ്ടും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. 5000 ഗുണം R/100ന്റെ സ്ക്വയർ അല്ലെ? R/100ന്റെ സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതാം. എഴുതിയിട്ട് ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതാണ്?
ഇല്ല, 5-6 വന്നാൽ നോക്കണ്ട, 5-6 56 ഒന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേരെ. അപ്പം 1/5000 എടുത്തു, 5000 into r/100 എടുത്തു, 5000 into r/100ന്റെ സ്ക്വയർ എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അവസാനം വരുന്നതല്ലേ? വ്യത്യാസം എന്ന് പറയുന്ന അവസാനം വരുന്നതാണ്. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ 3 വർഷമാണെന്ന് വിചാരിച്ചാ ചെയ്തത്. 3 വർഷമല്ല, 2 വർഷമാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് അവസാനം വരുന്നതാണ്. അപ്പൊ അതെത്രയാണ്? 5000 into r/100ന്റെ സ്ക്വയർ. r/100ന്റെ സ്ക്വയർ അതെത്രയാണ്? അത് 72 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5000 into r/100ന്റെ സ്ക്വയർ 72 ആണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. സ്ക്വയർ എടുക്കുന്ന സമയത്ത് 5000 into r-ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 into 100 അങ്ങനെ വരും. ഈസിക്കൽ ടു 72. ഇവിടുത്തെ 2 0 വെട്ടി 50 100 വെട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പൊ നമുക്ക് r² ഇസിക്കൽ ടു 72, ഈ താഴത്തെ 2 അപ്പുറം കൊണ്ട് ഗുണിച്ചാൽ into 2 കിട്ടും. അപ്പൊ 144 കിട്ടും. r² ഇസിക്കൽ ടു 144. r² ഇസിക്കൽ ടു 144 ആണെങ്കിൽ r² ഇസിക്കൽ ടു 144 ആണെങ്കിൽ നമുക്ക് r ഇസിക്കൽ ടു എത്ര കിട്ടും? r ഇസിക്കൽ ടു r² ഇസിക്കൽ ടു 144. അങ്ങനെയാണെങ്കിൽ r ഇസിക്കൽ ടു എത്ര കിട്ടും? √144 കിട്ടും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പൊ r നമുക്ക് കിട്ടി 12%. മനസ്സിലായോ? ഞാൻ ആദ്യം ചെയ്തത് 3 വർഷമാണെന്നുള്ള ഓർമ്മയിൽ ആദ്യം ചെയ്തത് അതാ 2 എടുത്തത്. മൂന്നാമത്തെ എടുത്തത് അതുകൊണ്ടാണ്. ശരിക്കും 2 വർഷമാണ്. 2 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനത്തത് മാത്രം എടുത്താൽ മതി. ഒന്നുകൂടെ പറയാം. യെസ് അബ്ദു, ഒന്നുകൂടി പറയാം. അപ്പൊ 1 to 1 ആണ് നമ്മുടെ നമ്പർ. 1 to 1 ആണ് നമ്മുടെ നമ്പർ. 1 to 1 ആണ് നമ്മുടെ നമ്പർ. ഇവിടെ നമ്മൾ 5000 എഴുതി. ഇനി 5000ന്റെ ആണ് റേറ്റ് അറിയത്തില്ല. അപ്പൊ 5000ന്റെ r/100 നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ വരുമ്പോഴോ ഒരു r/100 കൂടെ വരും. അപ്പൊ 5000 ഗുണം r/100 into അല്ലെങ്കിൽ r/100ന്റെ സ്ക്വയർ, എങ്ങനെ വേണമെങ്കിലും പറയാം. r/100 into r/100 അത് ഇവിടെ വരും. ഇനി അവസാനം വരുന്നതല്ലേ വ്യത്യാസം? അവസാനം വരുന്നതാണ് സാധാരണ വരിച്ചയും കൂട്ടുവരിച്ചയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് വ്യത്യാസം. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യും. 2 0 വെട്ടി 50 100 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 2 വരും അല്ലെ? ഇനി 6 ഗുണം 6 r² വരും. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് r²/2 ആണ്. 6 into 6 r², താഴെ ഒരു 2 വരും. r²/2 ആണ് വ്യത്യാസം. അതെന്ന് പറയുന്നത് 72 ആണ്. അതിൽ നമുക്ക് r² ഇസിക്കൽ ടു 72 ഗുണം 2 കിട്ടും. അതായത് 144. അപ്പൊ r² ഇസിക്കൽ ടു 144. അങ്ങനെയാണെങ്കിൽ r ഇസിക്കൽ ടു എത്രയായിരിക്കും? √144 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12%. അപ്പോൾ r² ഇസിക്കൽ ടു 144. അങ്ങനെയാണെങ്കിൽ r ഇസിക്കൽ ടു √144 അല്ലെങ്കിൽ 12%. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? യെസ്. ഒരു കാര്യം ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. അതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ തൽക്കാലം അത്രയും നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.